നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബിബി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അവര് നിന്നെ തല്ലിയോ? ഇല്ലടാ, കൃത്യമായി ഭക്ഷണം തന്നു. ഓ, കുറച്ചു നേരം പുറത്തിരുന്ന് ടിവിയിൽ ക്രിക്കറ്റും കണ്ടു. ക്രിക്കറ്റ് കണ്ടോ? ആ, ആദ്യം മഞ്ജു വന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ചു. ഞാനൊരു അക്ഷരം മിണ്ടില്ലെന്ന് കുറച്ച് സ്റ്റാൻഡിൽ നിന്നപ്പോ വേറെ വഴിയില്ലാതെ അവര് തോൽവി സമ്മതിച്ചു. പിന്നെ അവര് കമ്പനിയായി. നന്നായിടാ. ഞാനേ പോലീസ് എന്നോടുള്ള ദേഷ്യം കൂടി നിന്നോട് തീർക്കൊന്ന് പേടിച്ചിട്ട് ഓടി വന്നത്. നീ എന്നെ രക്ഷിക്കാൻ എന്തായാലും വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇത്ര പെട്ടെന്ന് വക്കീലുമായിട്ട് വന്നോ? ഓ, 5:30 അല്ലേ? നമ്മൾ സംസാരിച്ചിരുന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? ഞങ്ങൾ ബിബിക്ക് ജാമ്യം എടുക്കാൻ വന്നതാ. എന്തിനാ ജാമ്യം? ഞങ്ങള് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞങ്ങളോട് ബിബി നന്നായിട്ട് സഹകരിച്ചു. പിന്നെന്തിനാ ഞങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവര് വെറുതെ പറയുന്നതാ. ആര് ചോദിച്ചാലും അങ്ങനെ തന്നെ വേണം പറയാൻ. എടാ അബി, എടാ ഇവര് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വെറുതെ നുണ പറയുന്നതാ. എടാ, എനിക്കറിയാടാ, ഇതുപോലുള്ള ചീപ്പ് നമ്പറുകളിൽ ഞാൻ വീഴുമെന്ന് നീ വിചാരിച്ചോ? എനിക്ക് എന്റെ കൂട്ടുകാരനെ വിശ്വാസമാണ്. ഞങ്ങൾ തമ്മിൽ തല്ലുന്നുള്ള സ്വപ്നം മേഡം അങ്ങ് മാറ്റി വെച്ചേക്ക്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല മേഡം. ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ല. നിങ്ങൾ ഇവനെയും കൂട്ടി പൊയ്ക്കോളൂ. ബിബിമോനെ, ഇവനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ? ഇവൻ തനി സൈക്കോയാ. ജീവൻ വേണമെങ്കിൽ മാപ്പ് സാക്ഷിയായി രക്ഷപ്പെട്ടോ. പേടിക്കാനായിട്ടൊന്നുമില്ല. പോലീസ് എപ്പോഴും കൂടെ ഉണ്ടാവും. എടാ അബി, നീ വാടാ. ഇവരുടെ അഭിനയം സഹിക്കാൻ പറ്റുന്നില്ല. വാ. അപ്പോ ഇതാണല്ലേ ചേച്ചിയുടെ പ്ലാൻ? അവരെ തമ്മിൽ തെറ്റിച്ച് ആരെങ്കിലും ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ആരെങ്കിലും ഒരാളല്ല, ബിബി. അഭിയുടെ ഭൂതകാലം മനസ്സിലായ സ്ഥിതിക്ക് അവന്റെ കൂടെ ഇനി ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണെന്ന് അവന് മനസ്സിലാവും. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവൻ കുറ്റസമ്മതം നടത്തും. ബിബി ഒരു പേടിത്തൊണ്ടനായതുകൊണ്ട് അധികം വൈകാതെ അവൻ മാപ്പ് സാക്ഷിയാകാൻ തയ്യാറായി വരാനാണ് സാധ്യത. മഞ്ജു മഹിമയും നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ കുറെ ശ്രമിച്ചു. പക്ഷേ അവര് പാടുപെട്ടതൊക്കെ വെറുതെയായി. അവർക്കറിയില്ലല്ലോ എന്റെ കുടുംബം പോലും എന്നെ ഉപേക്ഷിച്ചപ്പോ നീയാണ് എന്നെ ജയിലിൽ നിന്ന് രക്ഷിച്ചതെന്ന്. എന്റെ സ്വന്തം കൂടപ്പുറപ്പായിട്ടാ ഞാൻ നിന്നെ കാണുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. നിന്നെ ഞാൻ സംശയിക്കുന്നതാണ് അവര് കണക്കൂട്ടിയത്. നമ്മൾ തോളി കൈയിട്ട് ഒരുമിച്ച് പുറത്തിറങ്ങിയപ്പോ ആ ചേച്ചി അനിയത്തിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. പക്ഷേ ഈ പണി നമ്മൾ കൊടുത്തോണ്ടൊന്നും മഞ്ജു തളരാൻ പോകുന്നില്ല. ഞാനാണ് പീതാംബരനെ കൊന്നതെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ എന്റെയും നിന്റെയും പുറകെ തന്നെ ഉണ്ടാവും. നമ്മളിൽ നിന്നും അബദ്ധം പറ്റുന്നത് കാത്തിരുന്ന് കൃത്യമായി അറസ്റ്റ് ചെയ്യാനായിരിക്കും അവരുടെ പ്ലാൻ. എടാ, അത് പണിയാവൂലോ. നമ്മൾ എന്ത് ചെയ്യും? നീ പേടിക്കേണ്ടടാ. അവരെന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും അതിനെ കവച്ചു വെക്കുന്ന ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കുമെന്ന് നിനക്കറിയില്ലേ? എടാ, അതാണ് എന്റെ ധൈര്യം. മഞ്ജു ഈ കളികളെല്ലാം കളിക്കുന്നത് പുതിയ യൂണിഫോമിന്റെ അധികാരം വെച്ചാ. അത് നഷ്ടപ്പെട്ടാ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ, മഞ്ജു ഇപ്പൊ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. അതിനുള്ളിൽ എന്ത് കാരണം പറഞ്ഞിട്ടാ നീ അവളുടെ ജോലി കളയിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കാരണമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. അതിനെ പറ്റിയൊരു വഴി അവള് തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്ത് വഴി? നിന്നെ അവള് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് ഒരു കേസ് പോലും ഫയൽ ചെയ്യാതെ വിട്ടില്ലേ? അത് നിന്നെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയാണ് നീ പറയണം. കുറ്റവാളികളല്ലെന്ന് കോടതി തീരുമാനിച്ചിട്ടും
വീണ്ടും നമ്മളെ കള്ളക്കേസിൽ കൊടുക്കാനാണ് മഞ്ജു ശ്രമിക്കുന്നതെന്ന് നീ അങ്ങ് പറയണം. എടാ പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആളുകൾ വിശ്വസിക്കും. അല്ല, നമുക്ക് അവർക്കിടയിൽ നല്ല പ്രതിച്ഛായ അല്ലല്ലോ ഉള്ളത്. എടാ ചുമ്മാ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. പക്ഷേ അതൊരു ആത്മഹത്യാ കുറിപ്പായിട്ടാണെങ്കിലോ? പേടിക്കല്ലേ, നിന്നോട് ആത്മഹത്യ ചെയ്യാനൊന്നല്ല പറയുന്നത്. നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പോലെ അഭിനയിക്കണം. എന്നിട്ട് മഞ്ജു നിന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചതിനെ കുറിച്ച് വളരെ വൈകാരികമായി ഒരു ആത്മഹത്യ കുറിപ്പങ്ങ് എഴുതണം. എടാ, നിന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ മഞ്ജു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എനിക്കെതിരെ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് നിന്നെ ലക്ഷ്യം വെച്ചാണെന്നും നീ എഴുതണം. ദേ, നീ എന്നെ കുറിച്ച് ഒന്നും പറയില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോ നിന്നെയും നിന്റെ കുടുംബത്തിനെയും തകർക്കുമെന്നും മഞ്ജു ഭീഷണിപ്പെടുത്തിയെന്നും നീ എഴുതണം. നിന്റെ ആത്മഹത്യക്ക് കാരണക്കാരി മഞ്ജു ആണെന്ന് നീ നല്ല വ്യക്തമാക്കണം. അകത്ത് നാട്ടുകാർക്കിടയിൽ വൈറലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മഞ്ജുവിനെ ആത്മഹത്യ പ്രചോദനത്തിന് ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ മാത്രമല്ല, ചിലപ്പോ ജയിലിൽ ഇടുകയും ചെയ്യും. എനിക്കത് മതി. അവള് നമ്മൾ അനുഭവിച്ചതെല്ലാം അനുഭവിക്കണം. ഹ, അതൊക്കെ ഞാൻ ഏറ്റു. നീ കത്തെഴുത്. ശരി, എന്നാ വാ. എഴുത്. ദേ, നല്ല ശക്തമായ ഭാഷയിൽ എഴുതിക്കോ. മഞ്ജുവിനോട് ജനങ്ങൾക്ക് വെറുപ്പ് തോന്നണം. വായിച്ചു. അടിപൊളി. ഇത് വായിച്ച ആർക്കായാലും മഞ്ജുവിനോട് ദേഷ്യം തോന്നും. ഇനിയൊരു ആത്മഹത്യ ശ്രമം കൂടി സെറ്റാക്കിയ എല്ലാം ഓക്കെ ആവും അല്ലടാ? അത് പോരടാ. ഞാൻ ആലോചിക്കുമ്പോ നമ്മൾ ഇത്രയും മോശക്കാരാണെന്ന് മഞ്ജു പറഞ്ഞു നടക്കുമ്പോ നാട്ടുകാരുടെ വികാരം നമുക്ക് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ വെറും ആത്മഹത്യാ ശ്രമം നടന്നാ പോരാ. പിന്നെ എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റണമെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടണം. എന്നാലേ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവും.